നിൽക്കുന്നത് അങ്കമാലിയിലുള്ള സിജോ ജോയുടെ വീട്ടിലാണ്. ഈ ക്ലയൻറ്റ് സിജോ വർക്ക് ചെയ്യുന്നത് ഡൽഹിയിലാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് വീടിൻ്റെ ടൈൽസും എല്ലാ ബാത്റൂം ടൈൽസ്, മെയിൻ ഫ്ലോർ, കിച്ചൺ എല്ലാ സാധനങ്ങളും കൊടുത്തത് നമ്മൾ തന്നെയാണ്. പക്ഷേ ഇതിനകത്തുണ്ടായിരുന്ന ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ക്ലയൻറ്റ് ടൈൽസ് എല്ലാം പർച്ചേസ് ചെയ്ത് ലേ ചെയ്തതിന് ശേഷം മാത്രമാണ് ടൈൽസ് നേരിട്ട് കണ്ടേക്കുന്നത്. ഇതെല്ലാം നമ്മൾ ഫോട്ടോ കൂടെ വീഡിയോ കൂടെ അയച്ചു കൊടുത്ത് ആളുടെ വീടിൻ്റെ പ്ലാൻ നോക്കി കൺസെപ്റ്റ് നോക്കി സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്ന വീടാണ്. അതായത് ക്ലയൻറ്റിൻ്റെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഇല്ലാണ്ട് നമ്മൾ ടൈൽസും സാധനങ്ങളും കൊടുത്തേക്കുന്ന വീടാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ പുറത്തുനിന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, പ്ലെയിൻ വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ട് വുഡും ബ്ലാക്കും കൂടിയിട്ടാണ് ഇതിൻ്റെ ഗേറ്റ് കൊടുത്തത്. അതിൻ്റെ ഇവിടെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ കോൺക്രീറ്റിൻ്റെ ബ്രിക്സാണ് ഇവിടെ നമ്മുടെ പുറത്തിട്ടേക്കുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാഡിങ് ആയിട്ട് കൊടുത്തേക്കുന്നത് ലീനിയർ ബ്ലാക്ക് എന്ന് പറഞ്ഞ ഒരു ബ്ലാക്ക് ക്ലാഡിങ് ടൈലാണ് ഇത് കൊടുത്തേക്കുന്നത്. ഇനി നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് പോകാം. ഒരു സിറ്റ് ഔട്ട് എന്ന് വളരെ സിമ്പിളായിട്ടാണ്, നമ്മുടെ ബ്ലാക്ക് കളറാണ് സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോർ വരുന്നത്. വേറെ പ്രത്യേകിച്ച് ഇതിനകത്ത് ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ടൊന്നുമില്ല. വൈറ്റ് വാള് കൊടുക്കുന്നു, വുഡാണ് ഫർണിച്ചർ വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ ഫ്രണ്ട് ഡോർ എന്ന് വെച്ചാൽ ഡബിൾ ഡോറാണ്, സ്റ്റീൽ ഹാൻഡിലാണ് നമുക്ക് ഇവിടെ വെച്ചേക്കുന്നത്. നമുക്ക് വീണ്ടും അകത്ത് ഡീറ്റെയിലിംഗ് കിടക്കാം. ഇപ്പോൾ ഈ വീണ്ടും പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമലൈസറാണ്. മിനിമലൈസർ എന്ന് ആണെങ്കിലും ഇതിൻ്റെ ഒരു തീം ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേ ആണ് ഇതിൻ്റെ ബേസിക് തീം. ഗ്രേ, ബ്രൗൺ, വുഡ്, ബ്ലൂ, ഗ്രീൻ ഇതെല്ലാം കൂടി മിക്സിങ് ആണ് ഈ വീട്ടിൽ. അപ്പോൾ ഇതിനകത്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലിവിങ് സ്പേസ് നോക്കുകയാണെങ്കിൽ ലിവിങ് സ്പേസിലൊരു തീം എന്ന് പറഞ്ഞിട്ട് ബേസ് ഗ്രേ ആണ്. ഗ്രേ ബേസ് വന്നിട്ട് ബ്ലൂ ആണ് ഇതിൻ്റെ സോഫ വരുന്നത്. ബ്ലൂ വരുന്നു, ബ്രൗൺ വരുന്നു. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻസാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഫ്ലോറിലേക്ക് പോകാം. ഇതിൻ്റെ എല്ലാ തീമിനെയും താങ്ങി നിർത്തുന്നതിൻ്റെ ഫ്ലോറാണ്. ഈ ഫ്ലോറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 800-1600 സൈസ്. ഈ 800-1600 സൈസ് ഈ ടൈൽസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് മൾട്ടി കർവിങ് ആണ്. ഇത് ക്യൂട്ടൈൽ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. റോക്ക് അർമാനി ഗ്രേ എന്നാണ് ഈ ഡിസൈൻസിൻ്റെ പേര്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗ്രേയിലൊരു വൈറ്റ് ടെക്സ്ചർ ഉണ്ട്. അത് തന്നെയാണ് ഇത് പക്ക റാൻഡം ഡിസൈൻസാണ്. ഒരു ടൈലിൻ്റെ റിപ്പീറ്റേഷൻ അല്ല അടുത്ത ടൈൽസിൽ വരുന്നത്. ഇത് ടൈൽ ടു ടൈൽ ഇതിൻ്റെ ഡിസൈൻസിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഴുക്ക് പിടിക്കില്ല, സ്ക്രാച്ച് പിടിക്കില്ല. അഴുക്ക് പിടിക്കുക എന്ന് വെച്ചാൽ നോർമൽ അഴുക്ക് പിടിക്കും, പക്ഷേ അത് നമുക്കൊന്ന് അടിച്ചിട്ടാൽ തന്നെ ക്ലീൻ ആവും. നോർമൽ ഗ്ലോസ് സീലിൻ്റെ പോലത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ ഇത് ഭയങ്കര ഹൈജീനിക്കായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഫ്ലോറാണ്. ഇപ്പം നിങ്ങൾ ഈ ഒരു ആംബിയൻസിൽ നോക്കുന്നത് ഇപ്പോൾ ഒരു പക്ക ഒരു വൈറ്റിൽ ഒരു ഗ്ലോസി ടൈലാണ് വേണമെങ്കിൽ ഈ ആംബിയൻസ് മൊത്തം ബ്രേക്കും. അങ്ങനെ ഈ ലൈറ്റ്സൊക്കെ എടുത്ത് റിഫ്ലക്ഷൻ വരും. വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് മൂഡായിരിക്കും. ഇത് പക്ക സൈലൻറ്റ് മൂഡാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണോ ഈ ലിവിങ്ങിൽ നിന്ന് ഉപയോഗിച്ചാൽ അത് തന്നെയാണ് ഇവിടുന്ന് കിച്ചണിലേക്കും ബെഡ്റൂംസിലേക്കും ഒക്കെ കണ്ടിന്യൂ ചെയ്തേക്കണം. ഒരൊറ്റ തീമിലാണ് ഇത് പോയേക്കണം. അപ്പോൾ നമുക്ക് ലിവിങ്ങിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞിട്ട് ലിവിങ്ങിൽ നിന്ന് വന്നിട്ട് ഇതിൻ്റെ ഒരു പാർട്ടീഷനുണ്ട്. ഇവിടെ ഒന്നും ബോക്സൊന്നും അടിച്ച് പാർട്ടീഷൻ ചെയ്തിട്ടുള്ള വുഡാണ് ഇതിന് വെച്ചാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രെയിം പോലെ വുഡ് വെച്ചേക്കുന്നു. വളരെ സിമ്പിളായിട്ട് അങ്ങറ്റം വരെ ഡൈനിങ്ങും പ്രയറിൻ്റെ ഏരിയ, കിച്ചൺ, ബെഡ്റൂംസിലേക്ക് ഒരൊറ്റ സാധനം തന്നെ പോയിരുന്നു. ഇവിടെ ഓൾ ഓവർ ഒരൊറ്റ തീമാണ്. ഗ്രേയുടെ പുറത്ത് വുഡ്, വൈറ്റ്, ഗ്രീൻ, ബ്ലൂ ഇതൊക്കെ കൂടി മിക്സിങ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിപ്പോൾ ഫാമിലി ലിവിങ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഫാമിലി ലിവിങ്ങിൽ വന്നേക്കുന്നത് ഒരു സോഫയാണ്. ആ സോഫ വന്നിട്ടൊരു ബ്ലാക്ക് കളറാണ് സോഫ വന്നേക്കുന്നത്. അതിൻ്റെ ഇപ്പുറം തന്നെ ടി വി യൂണിറ്റ് നോക്കുന്നത്, ടി വി യൂണിറ്റിൽ വുഡും ബ്ലാക്കും കോമ്പിനേഷനിൽ ഒരു വൈറ്റ് സത്വാരിയുടെ ഒരു സത്വാരിയുടെ ഒരു ഗ്ലോസിയാണ് ഇതിൻ്റെ ബാക്കിൽ ഒരു ബോർഡായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ അവിടെ നമ്മുടെ വുഡും വൈറ്റും കൂടി ഒരു മിക്സിങ് ആയിട്ട് വന്നേക്കുന്നു. പിന്നെ ഇവിടെ നിന്നിട്ട് നമ്മുടെ പ്രയർ ഏരിയ വളരെ സിമ്പിളാണ്. വുഡിൻ്റെ പാനലിങ് കൊടുത്തിരുന്നു, വളരെ സിമ്പിളായിട്ട് കൊടുത്തിരുന്നു. അതിനൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഈ ഗ്രേയുടെ മുകളിലായിട്ട് ഒരു വൈറ്റിൻ്റെ ചെറിയൊരു ബോക്സ് കൊടുത്തേക്കുന്നു. വളരെ സിമ്പിളായിട്ട്. അത് ഗ്രേ വുഡ് വൈറ്റ് കോമ്പിനേഷൻ ഭയങ്കര രസമാണ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒഴുകിയാണ് ഈ സാധനം കിടക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് അങ്ങ് അറ്റം പോലെ ഒരൊറ്റ വ്യൂവിലാണ് പോകുന്നത്. അപ്പോൾ ഈ ഫ്ലോറിൻ്റെ ഒരു ഇതിനകത്ത് ആ ഫ്ലോറിൻ്റെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് ഭയങ്കര ലൈറ്റ് ഷെയ്ഡാണ്. ഇതിപ്പോൾ ഡിസ്പ്ലേയിൽ കാണുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സാധനം കാണുമ്പോൾ ഡാർക്കായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഇതിവിടെ വന്നപ്പോൾ എത്രയോ ബ്രൈറ്റായിട്ട് വരുന്നു. ഇത്രയും ഡേ ലൈറ്റ്സും കാര്യങ്ങളും എടുത്തൊരു ലൈറ്റ് ഷെയ്ഡോ അല്ലെങ്കിൽ ഒരു ഗ്ലോസി ടൈലോ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന എല്ലാവരും ഇവിടെ റിഫ്ലക്റ്റ് ചെയ്ത് ഇതിൻ്റെ കംപ്ലീറ്റ് ആംബിയൻസും ബ്രേക്ക് ആവും. ഇത് വീട്ടിലെ ഡൈനിങ് ഏരിയ ആണ്. ഡൈനിങ് ഏരിയയിലെ തീം എന്ന് പറഞ്ഞത് സെയിം തീം തന്നെയാണ്. ഗ്രേ, വൈറ്റ്, ഡാർക്ക് ഗ്രേ, ഗ്രീൻ ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു തീമാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് കർട്ടൻ വിൻഡോ ആണ്. കർട്ടൻ വിൻഡോൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ താഴെ വന്നേക്കുന്നതിൻ്റെ കുറച്ചുകൂടി ഡാർക്ക് ഗ്രേ ആണ് ഇതിൻ്റെ ഒരു പോർഷൻ കൊടുത്തത്, സെൻട്രൽ പോർഷൻ കൊടുത്തത്. അപ്പുറത്തും ഇപ്പുറത്തും ഒരു ഗ്രീനിഷ് കളറാണ്. അപ്പോൾ ഗ്രീനും ഗ്രേയും വുഡും കൂടിയുള്ളൊരു കോമ്പിനേഷൻ. ഇപ്പോൾ ഇതിൻ്റെ നമ്മളിപ്പോൾ ഡൈനിങ്ങിൻ്റെ ചെയർ നോക്കിയാലും വളരെ മിനിമലൈസ്ഡ് ആയിട്ട് വുഡ് ഓരോ സൈഡിൽ വന്നിട്ടുണ്ട്. ബാക്കിലത്തെ താഴെ ഇട്ടേക്കുന്നതിൻ്റെ വേറൊരു പോർഷൻ ഗ്രേ തന്നെയാണ്. പക്ഷേ ചെറുതായിട്ടൊരു ബ്രൗണും ബ്ലാക്കും കൂടി മിക്സ് ഉണ്ട്, വൈറ്റും കൂടി മിക്സിങ് ആണ് ഇതിനകത്ത് വന്നേക്കണേ. ഇപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇപ്പോൾ നമ്മുടെ
കർട്ടൻ വിൻഡോ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. നമ്മളിപ്പോൾ തുറന്നു കഴിഞ്ഞാൽ ഇത് UPVC-ന്നാണ് ഈ വിൻഡോ ചെയ്തേക്കുന്നത്. UPVC വിൻഡോയിൽ ചെയ്തിട്ട് ഇത് പക്ക ആ ഒരു ഫീല് പെട്ടെന്ന് വീടിൻ്റെ ആംബിയൻസ് മാറും. ഇതിന് ഇവിടുന്ന് പക്ക ഗ്രീനിഷ് കൊടുത്തേക്കുന്നു. ആർട്ടിഫിഷ്യൽ ഗ്രാസാണ്. പിന്നെ കംപ്ലീറ്റ് നാച്ചുറൽ പോട്ട് വെച്ചിട്ടുള്ള ഒരു ഡിസൈൻസാണ് ഇതിനകത്ത് മിക്സ് ചെയ്തേക്കുന്നത്. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു ഏരിയ ഉണ്ട്, വാഷ് ഏരിയ ആണ്. വാഷ് ഏരിയയിലും വന്നേക്കുന്നത് പ്രത്യേകിച്ച് വളരെ ഒന്നുമില്ല, സിമ്പിളായിട്ട് വുഡിൻ്റെ പാനലിങ് ചെയ്തിട്ട് WPC വുഡിൻ്റെ പാനലിങ് ചെയ്തിട്ട് റൗണ്ട് മിറർ കൊടുത്തിട്ടുള്ള ഒരു ടേബിൾ ടോപ്പാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്തേക്കണം. ഇപ്പോൾ കിച്ചണിലേക്ക് പറയുകയാണെങ്കിൽ ഓപ്പൺ കിച്ചണാണ് വരുന്നത്. ഓപ്പൺ കിച്ചൺ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വുഡിൻ്റെ പാനലിങ് വുഡിൻ്റെ കളറാണ് കൊടുത്തേക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് വുഡിൻ്റെ അപ്പോൾ ഗ്രേ വുഡ് കോമ്പിനേഷൻ ടോപ്പിൽ വൈറ്റ് ആണ് വന്നത്. ഈ വൈറ്റ് തന്നെയാണ് കിച്ചണിൽ എല്ലായിടത്തും കണ്ടിന്യൂ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്താണോ ഡൈനിങ്ങിൽ കൊടുത്തേക്കുന്നത് അതാണ് ഫ്ലോറ് ഇങ്ങനെ അറ്റം വരെ കിച്ചൺ വരെ കൊടുത്തേക്കുന്നത്. പിന്നെ അത് കൂടാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചൻ്റെ ഒരു തീം എന്നുകൊണ്ട് ബ്ലൂ ആണ് കിച്ചൻ്റെ തീം. ബ്ലൂ പ്ലസ് വൈറ്റ് ആണ് തീം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഇപ്പോൾ ഡാർക്ക് ബ്ലൂ ആണ് കൗണ്ടറിൽ കൊടുത്തേക്കണേ. അതിപ്പോൾ അതിന് പാരലായിട്ട് ഇപ്പുറത്തേക്ക് മുകളിലും ബ്ലൂ തന്നെ കണ്ടിന്യൂ ചെയ്തേക്കണം. പിന്നെ അത് കൂടാണ്ട് കൗണ്ടർ ടോപ്പ് വൈറ്റ് കളറ് ടൈലാണ് കൗണ്ടർ ടോപ്പിൽ കൊടുത്തേക്കുന്നത്. ഇത് വൈറ്റാണ് വന്നേക്കുന്നത് കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ്. ഇതിൻ്റെ വാള് വന്നേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലൈറ്റ് ബ്ലൂ കളറ് ഗ്രേ ടെക്സ്ചറിലാണ് കയറിയേക്കുന്നത്. അപ്പോൾ ഫ്ലോറിൽ ഡാർക്ക് ഗ്രേ, ഒരു മീഡിയം ഗ്രേ, അതിൻ്റെ മുകളിൽ നിന്ന് വൈറ്റും ബ്ലൂവും കൂടി, മുകളിൽ വൈറ്റ്, ദെൻ അഗെയിൻ ഒരു ലൈറ്റ് ഗ്രേ, അതിനകത്ത് ചെറുതായിട്ട് ബ്ലൂ ടെക്സ്ചർ, അഗെയിൻ അതിൻ്റെ മുകളിൽ വൈറ്റ് ബ്ലൂ കൂടി മിക്സിങ് ആണ് കിച്ചണിൽ വന്നേക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു തീമാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് ഒരു വീടിൻ്റെ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ ഒരൊറ്റ തീമിലാണ് വർക്കൗട്ട് ചെയ്തേക്കുന്നത്. എന്താണോ ഹാളിൽ ഇട്ടേക്കണം അത് തന്നെയാണ് ബെഡ്റൂമിൽ കണ്ടിന്യൂ ചെയ്തേക്കുന്നത്. ആ ഗ്രേ, അതായത് ഈ ഗ്രേ ആണെങ്കിൽ ഗ്രേക്ക് ഭയങ്കര ഒരു ഡിവൈൻ ഫീലിംഗ് ഉണ്ട്, ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ട്. നമുക്ക് ഭയങ്കരമായിട്ട് ഗ്രേയിൽ വൈറ്റ് ടെക്സ്ചറൊക്കെ വല്ലാത്തൊരു ഫീലാണ്. കാരണം ഇതിനകത്ത് ഗ്ലെയർ അടിക്കുന്നില്ല, ഭയങ്കര രസമായിട്ടാണ്. കാരണം ഇത് ക്യാമറയിൽ എത്രത്തോളം ഫീൽ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല, നേരിട്ട് വല്ലാത്തൊരു ഫീലാണ്. ഈ റൂമിൽ ഒരു ബ്ലൂ തീമാണ് പിടിച്ചേക്കണേ. ഒരു ബ്ലൂ തീമാണ് ഇതിൻ്റെ ഓൾ ഓവർ ഇതിൻ്റെ ബെഡിൻ്റെ ഷീറ്റ് ആയാലും അതുപോലെ തന്നെ ഭിത്തികളിലായാലും ബ്ലൂ ആണ് ഹൈലൈറ്റ് ചെയ്തേക്കണേ. പിന്നെ അഗൈൻ ഇതിനകത്തൊരു ഈ ഫ്ലോറിൽ ഇട്ടേക്കണതിൻ്റെ കുറച്ചുകൂടി ഡാർക്ക് ഗ്രേ ഗ്ലോസിയാണ് കബോർഡിൽ കൊടുത്തേക്കുന്നത്. പിന്നെ അഗൈൻ ഇതിൻ്റെ ബാത്റൂംസാണ്. ബാത്റൂംസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തേക്കുന്നതാണ്. ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സീലിങ്ങിൽ നിന്ന് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സീലിങ്ങിൽ നിന്ന് ലൈറ്റ്സ് കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും വരേണ്ടത് വാളിൽ ഇപ്പോൾ നിങ്ങളൊരു ലൈറ്റ് ഷെയ്ഡാണ് കൊടുക്കുന്നത്, ഈ ബാത്റൂമിൽ ഒരു ഫീലും വരില്ല. ഇപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വാള് ഡാർക്ക് കളറാണ് ഇതിൻ്റെ വാള് വന്നേക്കുന്നത്. ഡാർക്ക് എന്നല്ല, ഇത് നമ്മൾ ഡിസ്പ്ലേ കാണുമ്പോൾ മാത്രമാണ് ഡാർക്കായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇതൊരു ഒരു ലൈവായിട്ട് വരുമ്പോൾ ഒരു മീഡിയം കളറാണ്. ഇത് വലൻസിയ ഗ്രീൻ എന്ന് പറഞ്ഞ കളറാണ് ഇതിൻ്റെ വാളിൽ ഒട്ടിച്ചേക്കണേ. വലൻസിയ ക്രീം, അതായത് വാള് മൊത്തം ഒരൊറ്റ കളർ, വേറെ ഒന്നുമില്ല. ഇവിടെ ഗ്ലാസ് പാർട്ടീഷൻ ഉണ്ട്, എല്ലാ കാര്യമുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് ചെയ്തേക്കുന്നത്. കൗണ്ടർ ഉണ്ട്, അതുപോലെ മിറർ വന്നിട്ടുണ്ട്, റൗണ്ട് മിറർ വന്നിട്ടുണ്ട്, ലൈറ്റ്സ് ഉള്ള മിറർ വന്നതാണ്. അപ്പോൾ ഇതിനകത്തൊരു മീഡിയം കളർ ഇതിൻ്റെ വാളിൽ വന്നിട്ട് അതിനേലും കുറച്ചും കൂടി ലൈറ്റ് ആയിട്ട് കളറാണ് ഫ്ലോർ വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ലൈറ്റ്സ്, താഴെ നിന്ന് ലൈറ്റ്സ്, വാള് മൊത്തം ഒരു മീഡിയം കളർ, വല്ലാത്തൊരു ഫീലിംഗ് ആണ് ഈ ബാത്റൂമിൽ വന്നേക്കണത്. ഇത് വലൻസിയ ഗ്രീൻ വെച്ച് ചെയ്തേക്കാണ്. ഇതിൻ്റെ ഏകദേശം ഒരു 6-7 ഡാർക്ക് കളേഴ്സ് നമ്മുടെ അടുത്തുണ്ട്. പിന്നെ ഇതിൻ്റെ ലൈറ്റ് ഷെയ്ഡും ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അടുത്തൊരു 10-40 ഡിസൈൻസ് ഈ ഒരു ഫീലിങ്ങിലുള്ളതുണ്ട്. ഇതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ലൈറ്റും ചെയ്യാം. നിങ്ങളുടെ ബാത്റൂംസിൻ്റെ സീലിങ്ങിൽ ലൈറ്റ്സ് തന്നെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ലൈറ്റ് ഷെയ്ഡ് വാളിൽ നിന്ന് സ്കിപ്പ് ചെയ്യുക. കാരണം ലൈറ്റ് ഷെയ്ഡ് വരുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും വാളിൽ വന്നതായിട്ടില്ല. കുറച്ചൊരു ഡീറ്റെയിലിംഗ് ഉള്ളത് കൊടുക്കുകയാണെങ്കിൽ, ഫ്ലോറിൽ അതിൻ്റെ കോൺട്രാസ്റ്റും കൊടുക്കുകയാണെങ്കിൽ വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ ബാത്റൂം. രണ്ടാമത്തെ ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിൻ്റെ തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രേയും ലൈറ്റ് ഗ്രേ, ഡാർക്ക് ഗ്രേ തീമാണ്. ഇതിൻ്റെ കബോർഡ്സ് വന്നിട്ട് ഒരു ഗ്ലോസിയാണ്. പിന്നെ ബാത്റൂംസിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഒരൊറ്റ കളറാണ് ബാത്റൂമിൻ്റെ വാളും ഫ്ലോറും കൊടുത്തത്. പല കളേഴ്സില്ല. അപ്പോൾ ബാത്റൂം കുറച്ചുകൂടി വലിപ്പം ഫീൽ ചെയ്യും. ഒരൊറ്റ കളറിലാണ്, സിംഗിൾ കളറിലാണ് ഇവിടെ ബാത്റൂം ചെയ്തേക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ ഹാളിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള ഒരു എൻട്രിയാണ്. അതിപ്പോൾ ചെയ്യുമ്പോൾ താഴെ ഗ്രേ ആണ്, ബ്ലാക്ക് സ്റ്റെപ്പ്, അതുപോലെ തന്നെ ഹാൻഡ് റെയിൽ വന്നിട്ട് വുഡിൻ്റെ ഹാൻഡ് റെയിൽ, ഗ്ലാസ്. അപ്പോൾ ആ ഒരു സിംഗിളാണ്. അതിൻ്റെ സൈഡും ബ്ലാക്ക് തന്നെയാണ് കൊടുത്തത്. സ്കേർട്ടിങ്ങും ബ്ലാക്കാണ്, റേസറും ബ്ലാക്കാണ്. അവിടെ നമ്മൾ വന്നിട്ട് പിന്നെ അടുത്തൊന്നൊരു ഗ്രീൻ കളറാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രീനിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് ഗ്രേ അല്ല, ഗ്രീനും അല്ലാത്തൊരിതാണ്. ഒരു ഫോറസ്റ്റ് ഗ്രീൻ കലർന്ന, ഒരു സെറ്റിൽ ഗ്രേ കലർന്ന ഒരു ഗ്രീനാണ് കളറ്. അപ്പോൾ ഈ മുകളിലത്തെ ഈ ഫ്ലോറിൻ്റെ ഒരു തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ ഗ്രേ, വളരെ സിമ്പിളായിട്ടുള്ളൊരു തീമാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് അടുത്തൊരു ഹൈലൈറ്റ്സ് ഇതിൻ്റെ ബാത്റൂംസാണ്.
ഈ ബാത്റൂമിൻ്റെ തീമായാലും ഇപ്പോൾ അങ്ങറ്റം വരെ ഹൈറ്റ് വരെയാണ് കൊടുത്തേക്കണത്. ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അക്വാ എന്ന് പറഞ്ഞൊരു കളറാണ് ഇതിൻ്റെ വാൾ കൊടുത്തേക്കണത്. അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഇതിൻ്റെ ഫ്ലോർ കൊടുക്കുന്നത്. വളരെ സിമ്പിൾ, വേറെ കളേഴ്സ് ഒന്നുമില്ല. ഇപ്പോൾ ഇത് ചെറിയ ബാത്റൂമാണ്. ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരു ചെറിയ ബാത്റൂമിൽ ഒത്തിരി ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുന്നു പറയും. പക്ഷേ ഇതൊരു മീഡിയം കളറാണ്, ഒറ്റ കളർ വാൾ കൊടുത്തിരുന്നു. അതിന് കുറച്ചുകൂടി ലൈറ്റായിട്ടുള്ള കളർ ഫ്ലോർ കൊടുത്തിരുന്നു. വളരെ ഭയങ്കര ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഒറ്റ കളറിൽ ഒഴുകിയാണ് കിടക്കണേ. നമുക്കിനി അടുത്ത ബാത്റൂം കാണാം. ഇപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ ഇപ്പോൾ ഓരോ ബെഡ്റൂമിലും ഓരോ തീമാണ്. ഈ ബെഡ്റൂമിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് ഒരു ബേജാണ് തീം. ബേജ് കളറാണ്, ബേജും വുഡും കൂടി കലർന്നിട്ടുള്ളൊരു തീമാണ് വന്നേനെ. അപ്പോൾ നമ്മുടെ ഹെഡ് റെസ്റ്റിൻ്റെ അവിടെയായാലും ആ ഒരു വുഡും ബേജും കൂടി കളർ മിക്സിങ് ആണ് കൊടുത്തേനെ. ഇപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാത്റൂമിൻ്റെ ഒരു ഫീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാത്റൂമിൽ കൊടുത്തിട്ട് ഒരു വലൻസിയ ബ്ലൂ എന്ന് പറയുന്ന ഒരു കളറാണ് ഇതിനകത്ത് കൊടുത്തേനെ. വലൻസിയ ബ്ലൂ കൊടുത്തിട്ട് അതിൻ്റെ ലൈറ്റ് ഷെയ്ഡാണ് അതിൻ്റെ ഫ്ലോർ കൊടുത്തേനെ. വലൻസിയ ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു കളറാണ് അതിൻ്റെ ഫ്ലോർ കൊടുത്തേനെ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കോമ്പിനേഷൻ, വേറെ ഒന്നുമില്ല. വളരെ സൈലൻ്റായിട്ട് ഒരൊറ്റ കളർ വാള്, അതിൻ്റെ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് ഫ്ലോർ കൊടുത്തേനെ. വളരെ സിമ്പിൾ, ഒഴുകിയാണ് കിടക്കുന്നത്. ഇത് ഫസ്റ്റ് ഫ്ലോറിലെ ബാൽക്കണിയാണ്. ഇത് ഫുൾ ബോഡി ലെപ്പാത്ര ഫിനിഷ് ബ്രൗൺ ആണ് ഇവിടെ ബാൽക്കണിയിൽ ഇട്ടേക്കുന്നത്. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് വേറെ ഒന്നും വേറെ മിനിമലൈസ്ഡായിട്ടാണ് ഇവിടെയും ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഇത് വന്നത് ടഫാൻ ഗ്ലാസ് വെച്ചിട്ട് മുകളിൽ സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് വീട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ പ്രത്യേകതകളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴെ ഒരു ഗ്രേ തീമിലും മുകളിൽ ഫ്ലോർ ഒരു ഗ്രീൻ തീമിലാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോ എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീടാണത്, സിജോ ജോയ്. അപ്പോൾ പുള്ളി ഇതിൻ്റെ ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ മെറ്റീരിയൽസും പുള്ളി കാണുന്നത് ഇത് നമ്മുടെ തന്നെ വർക്കേഴ്സ് പണിതൊരു സൈറ്റാണ്. ഇതിൻ്റെ എല്ലാ മെറ്റീരിയൽസും പുള്ളി കാണുന്നത് ലാസ്റ്റ് ഇത് അപ്ലൈ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കിൻ്റെ ഉത്തരവാദിത്വം ഉൾപ്പെടെ നമ്മൾ ഏറ്റെടുത്തിട്ട് ചെയ്തേക്കുന്ന ഒരു സൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും മിനിമലൈസ്ഡായിട്ടാണ് നമ്മൾ ഫ്ലോറും ബാത്റൂംസിൻ്റെ ടൈൽസും കാര്യങ്ങളും കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ഹോം ടൂർ കാണുന്നവരെ ബൈ.